ഈ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ 3-ാം ദിവസമായ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറച്ച് അഡ്ജക്റ്റീവ്സ് ആണ്. ഈ കോഴ്സിൻ്റെ ആദ്യ ദിവസം തന്നെ നമ്മൾ എന്താണ് അഡ്ജക്റ്റീവ് എന്ന് മനസ്സിലാക്കിയതാണ്. എന്നാലും ഒന്നുകൂടി ചുരുക്കി പറയാം. നാമവിശേഷണം എന്നാണ് അഡ്ജക്റ്റീവ് എന്ന വാക്കിനർത്ഥം. ഉദാഹരണത്തിന് ബ്യൂട്ടിഫുൾ ഗേൾ എന്ന കൊളോക്കേഷനിൽ ഗേൾ എന്നത് നാമവും, അതായത് പേര്, ബ്യൂട്ടിഫുൾ എന്നത് നാമത്തെ വിശേഷിപ്പിക്കുന്നതുമാണ്. സുന്ദരിയായ പെൺകുട്ടി, സുന്ദരിയായ എന്നത് അഡ്ജക്റ്റീവും പെൺകുട്ടി എന്നത് നൗണും. ഇനി തുടക്കക്കാർ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അഡ്ജക്റ്റീവ്സ് പരിചയപ്പെടാം. നമ്മൾ പഠിച്ച സെൻറ്റൻസ് പാറ്റേൺ ഓർമ്മയുണ്ടാകുമല്ലോ. അമീസ് ആർ പ്ലസ് അഡ്ജക്റ്റീവ്, അതായത് ആണ് എന്നർത്ഥത്തിലാണ് നമ്മളത് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇത് മനോഹരമാണ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത്, അത് എന്നൊക്കെയാണ് അർത്ഥം. ഈസ് എന്ന് പറഞ്ഞാൽ ആണ്. ബ്യൂട്ടിഫുൾ മനോഹരമായ, ഈസ് ബ്യൂട്ടിഫുൾ മനോഹരമാണ്. ഇറ്റ് ഈസ് അഗ്ലി, ഇത് വളരെ വികൃതമാണ്, വൈരൂപ്യമുള്ളതാണ്. അപ്പോൾ അഗ്ലി എന്ന അഡ്ജക്റ്റീവിനർത്ഥം വൈരൂപ്യമുള്ള എന്നാണ്. അടുത്ത അഡ്ജക്റ്റീവ് നോക്കാം. ഇറ്റ്സ് ഹെവി എന്ന് പറഞ്ഞാൽ അത് ഭാരമുള്ളതാണ്. ഇറ്റ് ഈസ് ലൈറ്റ്, അതിന് ഭാരം കുറവാണ്. ഇറ്റ് ഈസ് സ്ട്രോങ്, അത് ശക്തമാണ്. ഇറ്റ് ഈസ് വീക്ക്, അത് ദുർബലമാണ്. ഇറ്റ് ഈസ് ബ്രൈറ്റ്, അത് നന്നായി പ്രകാശിക്കുന്നതാണ്. ഇറ്റ് ഈസ് ഡാർക്ക്, അത് ഇരുണ്ടതാണ് അല്ലെങ്കിൽ ഇരുട്ടാണ്. ഇറ്റ് ഈസ് സോഫ്റ്റ്, ഇത് മൃദുവാണ്. ഇറ്റ് ഈസ് ഹാർഡ്, അത് കഠിനമാണ്. ഇറ്റ് ഈസ് സ്വീറ്റ്, അത് മധുരതരമാണ് അല്ലെങ്കിൽ മാധുര്യമുള്ളതാണ്. ഇറ്റ് ഈസ് സവർ, അതിന് പുളിരസമാണ്. ഇറ്റ് ഈസ് ഫ്രഷ്, അത് പുതിയതാണ്. ഇറ്റ് ഈസ് സേഫ്, അത് സുരക്ഷിതമാണ്. ഇറ്റ് ഈസ് ഡേഞ്ചറസ്, ഇത് അപകടകരമാണ്. ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പിയാണ്. ഇനി അങ്ങോട്ട് ഐ ആം എന്നുള്ളത് ഐം എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഐ എം ഡിസപ്പോയിൻറ്റഡ്, ഞാൻ നിരാശനാണ് അല്ലെങ്കിൽ ഞാൻ നിരാശയിലാണ്. ഐ ആം ടയേർഡ്, ഞാൻ ക്ഷീണിതനാണ് അല്ലെങ്കിൽ ഞാൻ ക്ഷീണിതയാണ്. ഐ ആം ഫെഡ് അപ്പ്, എനിക്ക് മടുത്തു. എനിക്ക് മടുത്തു എന്ന് പറയാൻ നമ്മൾ പറയുന്നത് ഐ ആം ഫെഡ് അപ്പ്. ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നുണ്ട്. ഐ എം തേഴ്സ്റ്റി, എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഹീ ഈസ് സ്ലീപ്പി അല്ലെങ്കിൽ ഹീ ഈസ് സ്ലീപ്പി, അവൻ നല്ല ഉറക്കക്ഷീണത്തിലാണ് അല്ലെങ്കിൽ അവന് ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെയാണ് അർത്ഥം. ഷീസ് എക്സൈറ്റഡ്, അവൾ ആവേശത്തിലാണ്. ഹീ ഈസ് ടോൾ, അവന് നല്ല ഉയരമുണ്ട്. ഷീ ഈസ് ഷോർട്ട്, അവൾക്ക് പൊക്കം കുറവാണ്. വി ആർ ആങ്ഷ്യസ്, ഞങ്ങൾ ഉത്കണ്ഠാകുലരാണ്. ദേ ആർ ലേസി, അവർ അലസരാണ്. അടുത്തത് നോക്കൂ. ഇറ്റ് ഈസ് ഡാർക്ക് ഔട്ട്സൈഡ്. ഇറ്റ് ഈസ് ഡാർക്ക് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് ഇരുട്ടാണ്. അത് വേണമെങ്കിൽ ഇറ്റ്സ് ഡാർക്ക് ഔട്ട്സൈഡ് എന്നും പറയാം. ഇറ്റ്സ് ഹോട്ട് ടുഡേ, ഇന്ന് നല്ല ചൂടാണ്. എന്നാൽ ഇറ്റ്സ് വാം ടുഡേ എന്ന് പറഞ്ഞാലോ, ഹോട്ടും വാം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. വാം എന്ന് പറഞ്ഞാൽ നല്ല അന്തരീക്ഷമാണ് എന്നർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് അധികം ചൂടോ തണുപ്പോ ഇല്ലാത്ത നല്ല പ്ലസൻ്റ് ആയൊരു അവസ്ഥ, അതിനെയാണ് ഇറ്റ്സ് വാം എന്ന് പറയുന്നത്. ഇറ്റ്സ് വാം ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല അന്തരീക്ഷമാണ്. ഇറ്റ് ഈസ് കോൾഡ് ടുഡേ, ഇന്ന് നല്ല തണുപ്പാണ്. ഇറ്റ് ഈസ് എംപ്റ്റി, ഇത് കാലിയാണ്. ഇറ്റ്സ് ന്യൂ, ഇത് പുതിയതാണ്. ഇറ്റ്സ് ഓൾഡ്, ഇത് പഴയതാണ്. ഇറ്റ്സ് ബിഗ്, ഇത് വലുതാണ്. ഇറ്റ്സ് സ്മോൾ, ഇത് ചെറുതാണ്. ഇറ്റ്സ് ഗുഡ്, നല്ലതാണ്. ഇറ്റ്സ് ബാഡ്, ഇത് മോശമാണ്. ഇറ്റ്സ് ഈസി, ഇത് എളുപ്പമാണ്. ഇറ്റ്സ് ഡിഫിക്കൽട്ട്, ഇത് പ്രയാസമാണ്. ഇറ്റ് ഈസ് ക്ലീൻ, ഇത് നല്ല വൃത്തിയിലാണ്. ഇറ്റ് ഈസ് ഡേർട്ടി, ഇത് മലിനമാണ്. ഇറ്റ് ഈസ് ചീപ്പ്, ഇത് വളരെ വിലക്കുറവാണ്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, വളരെ വിലയേറിയതാണ്. ഈ അഡ്ജക്റ്റീവുകളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഹാപ്പി ലേണിംഗ്.